നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. CPIM എന്നത് ഏറ്റവും കൂടുതൽ അച്ചടക്കമുള്ള അല്ലെങ്കിൽ കേഡർ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. പക്ഷേ പലപ്പോഴും അതിനുള്ളിൽ നിൽക്കുന്ന ആളുകൾ തന്നെ ഇപ്പോൾ CPIM-നെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടി നിലപാടിനൊപ്പമല്ലാതെ മറുചേരിയോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ജി സുധാകരൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. ജി സുധാകരനെതിരെ ഇപ്പോൾ പാർട്ടി അംഗം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശനം ഉന്നയിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ കേസും പുകലുമായി നടക്കുന്നുണ്ട്. മാത്രമല്ല പലപ്പോഴും സർക്കാരിനെ പരോക്ഷമായി വിമർശിക്കുന്ന തരത്തിൽ ജി സുധാകരൻ പല പ്രസ്താവനകളും ഇറക്കാറുണ്ട്. പലപ്പോഴും നമുക്ക് പിണറായി വിജയനെയാണ് അദ്ദേഹം എതിർക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴിതാ CPM-ൻ്റെ മുൻ വനിതാ MLA ആയ ഐഷ പോറ്റി ഇപ്പോൾ CPM-ൽ നിന്നും അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം അവർക്കിടയിലുണ്ട്. പാർട്ടിയും ഐഷ പോറ്റിയും രണ്ട് ധ്രുവങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ അവർ പങ്കെടുത്തിരുന്നു. അതിൽ പങ്കെടുത്ത സാഹചര്യത്തെ പലരും അവർ കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിയോടുള്ള തൻ്റെ സ്നേഹമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കാരണമെന്നാണ് അന്ന് അവർ പറഞ്ഞത്. ഇപ്പോഴിതാ ലൈംഗിക ആരോപണ കേസിൽ ഉൾപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തള്ളാതെ അല്ലെങ്കിൽ രാഹുൽ പറയുന്നതിലും വാസ്തവമുണ്ട് എന്ന് പറയുകയാണ് ഐഷ പോറ്റി. തെളിവുകളുടെ ആധികാരികത പരിശോധിക്കണമെന്നാണ് അവർ പറയുന്നത്. നേരത്തെ നമുക്ക് ഇപ്പോൾ CPM വളരെ ശക്തമായി തന്നെ MLA സ്ഥാനമടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. DYFI പ്രതിഷേധ രംഗത്തുണ്ട്, SFI ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഐഷ പോറ്റിയുടെ ഈ ഒരു പ്രതികരണം വരുന്നത്. അവർ പറയുന്നത് തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കട്ടെ, ആ തെളിവുകളിലും ആധികാരികത ഉറപ്പുവരുത്തണം, അല്ലാതെ ഇത്തരത്തിൽ ഒരാളെ ക്രൂശിക്കരുത്. മാത്രമല്ല മുകേഷിൻ്റെയും മറ്റും കേസുകൾ എടുത്തിട്ടുണ്ട്, നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് എന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായും CPM നിലവിലെടുത്തിരിക്കുന്ന ഈ ഒരു നിലപാടിനെ തള്ളിക്കൊണ്ടാണ് ഐഷ പോറ്റിയും രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് ശ്രദ്ധേയമാണ്. മാത്രമല്ല കോൺഗ്രസിലെ തന്നെ വനിതാ നേതാക്കൾ ഉമ തോമസ് അടക്കമുള്ള വനിതാ MLA-മാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇതൊക്കെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ മറുചേരിയിലുള്ള CPM-ന്റെ സഹയാത്രികയായ CPM-ന്റെ മുൻ MLA ആയ ഐഷ പോറ്റി രംഗത്ത് വന്നിരിക്കുന്നത്.